ഒരു അപേക്ഷ എഴുതുന്നടാ. എന്താ അപേക്ഷ? എടാ എൻ്റെ മാമനൊക്കെ ക്ഷേമ പെൻഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശിവൻ സഖാവിനൊന്ന് കൊടുക്കാമെന്ന് കരുതിയ അപേക്ഷ ആയിട്ട്. നീ ഒന്ന് എഴുതി. ഈ സഖാക്കന്മാരെ പോയി ശല്യപ്പെടുത്തുന്നേ. ശിവസഖാവിനാണെങ്കിൽ പിടിപ്പത് പണിയില്ല. പുള്ളി അവിടെ കണ്ടത്തില് കാളപൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടക്കല്ലേ. പുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കൂടാ. അതൊക്കെ ചുമ്മാ പറയണേടാ. നിങ്ങളൊരു കാര്യം ചെയ്താൽ ഒരു 90% സർക്കാർ ഉദ്യോഗസ്ഥർക്കും നമ്മൾ നേരിട്ട് ചെന്ന് കാര്യം സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടം. പിന്നെ ഈ പാർട്ടിക്കാർ വരുമ്പം അവര് അംഗീകരിക്കുന്നതേ ഉള്ളൂ. നമ്മളത് സ്വന്തം ചെയ്യുന്നത് നല്ലത്. എന്താ ആയിക്കോട്ടെ, നീ ഒന്ന് എഴുതി തന്നെ. എന്ത് പെൻഷൻ എന്ത് പറ്റി? പെൻഷൻ പേനയില്ല, ഞാൻ വീട്ടിൽ നിന്ന് എഴുതി തരാം. ഓക്കെ, എന്താ കാര്യം പറ, എന്താ പ്രശ്നം? ഇല്ലടാ, ഞാൻ എവിടെ വെച്ചെഴുതും? അന്തരീക്ഷത്തിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് എഴുതി തരാം. നീ കാര്യം പറ, എന്താന്ന് പറ, ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു. നീ ഒന്ന് എഴുതിയിട്ടേ ഞാൻ വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാം. സംഭവം എടാ, അവർക്ക് ഈ ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പം ഇപ്പം കുറച്ചായിട്ട് ഇത് കട്ടായി പെട്ടെന്ന് തന്നെ. എന്താണെന്നറിയില്ല. ആ കട്ടായതിൻ്റെ ഇതിൽ അവർക്ക് ആകെ വിഷമടാ. അവരാണെങ്കിൽ ഒന്നും മരുന്ന് വാങ്ങിക്കണതൊക്കെ അത് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് മാമനും മാമയും പറയും, എടാ ഒന്ന് പോയി ഒന്ന് ശരിയാക്കി തന്നു പറയും. അപ്പോൾ ഞാനപ്പോൾ ഇന്ന് എൻ്റെ പണിയും കളഞ്ഞ് ഒന്ന് വന്ന്, എനിക്കാണെങ്കിൽ അപേക്ഷ ഒന്നും എഴുതാൻ അറിയില്ല. അപ്പം നിനക്കാണുമ്പോൾ എഴുതാൻ അറിയാം. അത് ഒരു കാര്യം ചെയ്യടാ, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് അന്വേഷിക്കേ. പെൻഷൻ എന്താ പറ്റിയെന്നൊന്നു വില്ലേജ് ഓഫീസിലൊന്ന് പോയി അന്വേഷിച്ചാൽ മതി. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കും അത് കട്ടായിട്ടുണ്ടാവുക. ഇവരിപ്പോ ഇത് മറ്റേ ഇതിനൊക്കെ പോകുന്നുണ്ടോ? അവരുടെ വീട്ടില് മറ്റേ ടാക്സ് അടയ്ക്കുന്നവരോ മക്കളാരെങ്കിലൊക്കെ വിദേശത്തൊക്കെ ഉണ്ടോ? എടാ, മകൻ വിദേശമായിട്ട് എത്ര വർഷമായി? ഒരുത്തൻ കാനഡയിലും ഒരുത്തൻ ഓസ്ട്രേലിയയിലുമാണ്. അതുകൊണ്ട് ഇവർക്ക് ഇത്ര നാൾ കിട്ടിയല്ലോ. എന്നിട്ട് ഇവർക്ക് പെൻഷൻ അത് തന്നെ. ചിലപ്പോൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ് ചെന്നിട്ടുണ്ടാവും. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മെമ്പറിനോടൊന്ന് ചോദിച്ചു നോക്കാം ആദ്യം. മെമ്പറിൻ്റെ അടുത്ത്. എടാ, ഇവർക്ക് ഇത് കിട്ടി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. കാരണം അവർ റിട്ടയർഡ് ആയതിനു ശേഷമാണ് അവർക്ക് ഇത് അപേക്ഷ കൊടുത്ത് കിട്ടിയത്. എവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട്? മാമൻ വില്ലേജ് ഓഫീസിൽ നിന്നും, മാമി മറ്റേ ടീച്ചറായിട്ടല്ലേ റിട്ടയർഡ് ആയത്. ശരി. എന്നിട്ട് ഇവർക്ക് ഈ ക്ഷേമ പെൻഷൻ കിട്ടും. ഇവർക്കുണ്ടായി. അതങ്ങനെയാണ് സാധാരണ. അവർക്ക് കിട്ടാൻ പാടില്ലല്ലോ. അവർ ഓൾറെഡി സർക്കാർ ശമ്പളം വാങ്ങിയ ആൾക്കാർ, സർക്കാർ പെൻഷൻ കിട്ടുന്നില്ലേ? എന്നാലും മാമനും മാമിക്ക് കിട്ടിയില്ല. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഭയങ്കര സങ്കടം, കരച്ചിലോട് കരച്ചിൽ. ഇവർക്ക് രണ്ടുപേർക്കും കൂടി 10-50,000 രൂപയ്ക്ക് മേളിൽ പെൻഷൻ സർക്കാരിൽ നിന്ന് അവർ വർക്ക് ചെയ്തതിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് കിട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവരുടെ മക്കളാണെങ്കിൽ വിദേശത്ത്. നിങ്ങൾ ഈ പറഞ്ഞ മാമന്റെയും മാമിയുടെയും വീട്ടുമുറ്റത്ത് കിടക്കുന്നത് ബെൻസും ഓടിയൊക്കെ അല്ലേ? എടാ, അവർക്ക് ഈ പറഞ്ഞ പിള്ളേരൊന്നും നോക്കൂല, ഒന്നും അയച്ചൊന്നും കൊടുക്കൂല. പട്ടിക്ക് അവരൊരു പട്ടിയെ വളർത്തുന്നുണ്ടല്ലോ, ആ തള്ള അതിനെയും കൊണ്ട് നടക്കുന്നതാണല്ലോ. അതിന് ബിസ്ക്കറ്റ് വാങ്ങണം, റൊട്ടി വാങ്ങണേ പൈസ മതിയല്ലോ ബാക്കി കാര്യം ചെയ്യാനായിട്ട്. അല്ല, ഞാൻ പട്ടിയെ വളർത്തുന്നതിന് ഞാൻ എതിരല്ല. പട്ടിയെ വളർത്തി അത് മര്യാദയ്ക്ക് നോക്കണം. പക്ഷെ അതിന് ചെലവാക്കണ പൈസയുടെ പകുതി വേണ്ടല്ലോ, പകുതി പോലും വേണ്ടല്ലോ ഇതിന്. എടാ, അവരുടെ സങ്കടം കണ്ടിട്ട് ഞാൻ വന്നാടാ. നീ കോപ്പിലെ സങ്കടം അവര് നീ ഒന്ന് എന്തെങ്കിലും ഒന്ന് എഴുതിത്താ. ഞാൻ സഖാവിനെ കൊണ്ട് പറയാം. എടാ, സഖാവ് പറയില്ല, ശിവസഖാവ് ഒട്ടും പറയില്ല. അടിച്ച് ചെള്ള പൊളിക്കും. എന്തിന്? അയാള് മറ്റേ ഹൈസ്കൂളിൽ ചേരാൻ നേരം 2 രൂപ കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരനായ ആളല്ല. അയാളുടെ അച്ഛൻ തൊട്ട്, എനിക്കറിയാവുന്ന കാലം തൊട്ട്, എന്റെ കാരണവന്മാരുടെ കാലം തൊട്ടേ അവര് കമ്മ്യൂണിസ്റ്റുകാരാ, പച്ച കമ്മ്യൂണിസ്റ്റുകാരാ. അത് നീ മനസ്സിലാക്ക്. മറ്റേ വെറുതെ അടികൊള്ളുന്ന പരിപാടി കാണിക്കില്ല സഖാവ്. ഇതിന് എന്ത് അടികൊള്ളാണ്? ഇത് ഇത്ര നാൾ കിട്ടിക്കൊണ്ടിരുന്നല്ലേ? എത്ര നാളെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു? എടാ, നിങ്ങള് അനധികൃതമായിട്ടാണ് അത് കൈപ്പറ്റിയത് എന്ന് പറഞ്ഞാല് തന്തയില്ലായിക, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയാരെന്നറിയാത്ത പരിപാടി. കാരണം എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവന്റെ തട്ടിപ്പറിച്ച് തിന്നുക, അല്ലെങ്കിൽ മൂഞ്ചുക എന്ന് പറയും മലയാളത്തിൽ. മറ്റുള്ളവരെ മൂഞ്ചിച്ചാണ് ഇവർ തിന്നുകൊണ്ടിരുന്നത്. നിനക്ക് വേറെ പണിയില്ല. നിനക്ക് എന്താ പണി? ഞാൻ ഈ ടൈലിന്റെ പണിക്ക് പോകുന്നടാ. ഞാൻ ടൈലിന്റെ പണിക്ക് പോകും. അതല്ല, ഞാൻ ഇന്ന് തന്നെ ലീവ് എടുത്ത അവിടെ നിന്ന്. എന്നുവെച്ചാൽ അവരുടെ ഈ സങ്കടം കാണുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട്. നീ പോയ അവിടെ ഞാനാണെങ്കിൽ അവരെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇത് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് അകത്തിടുക വേണ്ടത്. എന്തിനാ? അർഹതപ്പെട്ടവന്റെ കട്ട് തിന്നുന്നതിന്. ഇവരൊക്കെ സർക്കാർ സർവീസിലിരുന്ന് എന്തെല്ലാം ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടാവണോ പൈസക്ക് വേണ്ടിയിട്ട്. ഒരു മര്യാദ വേണ്ട. ഒന്നും എനിക്കറിയില്ല. വീട്ടിലാണ് ഞാൻ കരുതിയതേ, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ പെൻഷൻ ഉണ്ട്. ഞാനാണെങ്കിൽ പണിയെടുത്ത് അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരാളുടെ പെൻഷൻ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് കൊടുത്തേക്കാം. പക്ഷെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോഴേ, നിന്നെ പോലെയുള്ള പൊട്ടന്മാരാണ് ഈ നാടിന്റെ വിജയം, രാഷ്ട്രീയക്കാരുടെ വിജയം, ഇതുപോലെ അഴിമതി കാണിക്കുന്ന തന്തയില്ലായ്മ കാണിക്കുന്നവരുടെ വിജയം. ഞാൻ എന്ത് ചെയ്തടാ? ഞാനൊരു നല്ലൊരു കാര്യം, അവരുടെ സങ്കടം കണ്ടപ്പോൾ. ആവശ്യമില്ലാത്ത കാര്യം വേറെ എന്താ പറയണ്ടേ? അല്ല,
പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് നടക്കൂല. നീ സഖാവിൻ്റെ അടുത്ത് ചെന്നാൽ സഖാവ് മൊത്തി അടച്ചു തരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമതേ ഇഷ്ടമല്ല ഇവന്മാരുടെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നുണ്ടായിരുന്നല്ലോ പെൻഷൻ ആരുടെ അവകാശമല്ലാന്ന്. കാരണം ഇവനൊന്നും പണിയെടുത്ത് ശീലിച്ചിട്ടില്ല, പണിയെടുത്ത് തിന്ന് ശീലിച്ചിട്ടില്ല. രാവിലെ ഒരു കളസം വലിച്ചു കെട്ടും, റോഡിൽ ഇറങ്ങും, ആൾക്കാരെ പറ്റിച്ച് തിന്നും. ഇവിടെ ഒരു കുറുവ സംഘം പോലെയല്ലേ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നത്. നീ എല്ലാ രാഷ്ട്രീയക്കാരനെ എപ്പോഴും വിമർശിക്കണതാണ്. എല്ലാ രാഷ്ട്രീയക്കാരോടും എനിക്ക് വിമർശനമൊന്നുമില്ല. നല്ല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, നല്ല അച്ചട്ട്, നല്ല പൊന്നിൻ ക്ലാരിറ്റി ഉള്ള രാഷ്ട്രീയക്കാർ, വിലയുള്ള രാഷ്ട്രീയക്കാർ, ജനനായകന്മാര്. നിനക്ക് നമ്മുടെ EMS അറിയോ? അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സഖാവ് മന്ത്രിസഭയിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, ആദ്യത്തെ മുഖ്യമന്ത്രി. പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഞാൻ എല്ലാവരുടെയും ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ശമ്പളം ഇച്ചിരി വെട്ടിക്കുറയ്ക്കുന്നുണ്ട്, എല്ലാവരും സഹകരിക്കണം. മാന്യനായിരുന്നു. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, എന്താണോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ, കണ്ണൂരുകാരൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആർക്കും ഏത് സമയത്തും പോയി കാണും, കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി. പിന്നെ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, ട്രെയിനിൽ പോലും സമാധാനത്തോടെ യാത്ര ചെയ്തില്ല, സ്വന്തം മക്കളുടെ കൂടെ സ്വസ്ഥമായി ഇരുന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേരളം കണ്ണീര് കുടിപ്പിച്ചു. അറിയോ? കുറെ രാഷ്ട്രീയക്കാര്, കുറെ താന്തോന്നികള് അസഭ്യം പറഞ്ഞ് അനാവശ്യം പറഞ്ഞ് കണ്ണീര് കുടിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ കണ്ണൂരിലിട്ട് കല്ലെറിഞ്ഞു. അതും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് കല്ലെറിഞ്ഞതെന്ന് ഓർക്കണം. എന്നിട്ട് അവിടെ ആകാശത്തേക്ക് ഒരു വെടി പോലും പൊട്ടിച്ചില്ല ആ മനുഷ്യൻ. മനസ്സിലായ? ഒരു വെടിയുണ്ട ആരുടെയും കഴുത്തി പുള്ളി കാരണം തുളഞ്ഞു കയറിയിട്ടില്ല. മനസ്സിലായി? അതൊക്കെ ശരിയായിരിക്കും. ഇങ്ങനത്തെ രാഷ്ട്രീയക്കാർ ഇവിടെ ഭരിച്ചിരുന്നു. ഇവര് ജനനായകന്മാരായിരുന്നു. ഇവരെ ജനങ്ങളാ ജനനായകന്മാരാക്കി. അല്ലാതെ ഈ മറ്റേ കുറുവ സംഘത്തെ പേടിക്കുന്നത് പോലെ എന്തേലും ചെയ്യാൻ നേരം രാഷ്ട്രീയക്കാരെ പേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസൊന്നുമല്ല. അവരെയൊക്കെ പിടിച്ച് അകത്തിടും കേട്ടോ. നീ വെറുതെ പോണ്ടോ, സഖാവിന്റെ വായിന്ന് കിട്ടും. പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഈ കള്ളത്തരത്തിൽ കൂടെ വാങ്ങുന്നത്. അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ തന്നെ ആദ്യത്തെ പണി കൊടുത്തേനായിരുന്നു. ഇത്തരം ചെറ്റത്തരം കാണിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷമായിരുന്നാലും ഭരണപക്ഷമായിരുന്നാലും എല്ലാത്തിനെയും തെരണ്ടിവാലിന് തല്ലണം. പിന്നെ അതുമാത്രമല്ല, ഏതെങ്കിലും സത്യം വിളിച്ചു പറയാൻ നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, മാന്യന്മാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ ഫാനിൽ കെട്ടി തൂക്കിയല്ലേ ശീലം. അവിടെ വരുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ നിറം പറഞ്ഞിട്ട് അവനെ പ്രതിയാക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്തരം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നീയും നൽകുന്ന പൈസയിൽ നിന്നാണ് അവർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. അത് ആരൊക്കെയാണ് കൈപ്പറ്റുന്നത് എന്നുള്ളത് അതാത് വാർഡുകളിൽ ഒരു നോട്ടീസ് ബോർഡ് വേണം. അതിൽ സർക്കാർ എന്തെല്ലാം ആനുകൂല്യം ആൾക്കാർക്ക് നൽകി, അത് ആരെല്ലാം കൈപ്പറ്റിയെന്ന് വ്യക്തമായ വിവരം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നീ പറഞ്ഞാൽ ശരിയായിരിക്കൂടാ. അവർ ചിലപ്പോൾ ഈ പെൻഷൻ വാങ്ങിച്ചിട്ട് പട്ടിക്ക് തീറ്റ കൊടുക്കാനും അതിൻ്റെ ചെലവിനായിരിക്കും. എൻ്റെ മാമാ